ഒരിക്കൽ സുമേഷ് ബർഗർ കടയിൽ കയറി. അപ്പോഴതാ തൻ്റെ പഴയ ഫ്രണ്ട് രമേഷ് കടയിൽ നിൽക്കുന്നു. എടാ രമേഷേ, ഈ 55 വയസ്സിൽ നീ ഈ പണിക്ക് നിൽക്കുകയാണോ എന്ന് സുമേഷ് ചോദിച്ചു. നീ വലിയ എന്തോ ആവുമെന്ന് പണ്ട് പ്രൊഫസർ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിനക്ക് ഈ ഗതി വന്നല്ലോ എന്നും പറഞ്ഞ് സുമേഷ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. സുമേഷും രമേഷും ഒരുമിച്ച് കോളേജിൽ പഠിച്ചതായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് അവർ കണ്ടുമുട്ടുന്നത്. സുമേഷിൻ്റെ വർത്താനം കേട്ട് ചോദിക്കാൻ വന്ന രേവതിയെ രമേഷ് തടഞ്ഞു. എന്നാ ഒരു ബർഗർ പോരട്ടെ എന്നായി സുമേഷ്. രമേഷ് ഓർഡർ എടുത്തു. ബർഗർ തയ്യാറാക്കാൻ അകത്തേക്ക് പോയി. ബർഗർ നല്ലപോലെ പാക്ക് ചെയ്ത് സുമേഷിന് നൽകി. സുമേഷ് ആ ബർഗർ നന്നായി പരിശോധിച്ചിട്ട് അതിനെ കുറ്റം പറയാൻ തുടങ്ങി. അവന് വേറെ ബർഗർ വേണമെന്നായി. ഈ ബർഗർ ക്യാൻസൽ ചെയ്താൽ തൻ്റെ ശമ്പളത്തിൽ നിന്നും പൈസ പോകുമെന്ന് രമേഷ് പറഞ്ഞു. അതൊന്നും കേൾക്കാനുള്ള മനസ്സ് സുമേഷിനുണ്ടായില്ല. അയാൾ മാനേജറുടെ അടുത്ത് പരാതി കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അയാൾ ആവശ്യപ്പെട്ട പുതിയ ബർഗർ അയാൾക്ക് അവർ നൽകി. സുമേഷ് പതിയെ തൻ്റെ കൈകൊണ്ട് മേശപ്പുറത്തെ ബർഗർ തട്ടി നിലത്തേക്കിട്ടു. എന്നിട്ട് രമേഷിനോട് വൃത്തിയാക്കാൻ ആവശ്യപ്പെട്ടു. അയാളത് വൃത്തിയാക്കുന്നതിനിടയിൽ സുമേഷ് ഗ്ലാസ്സിലെ വെള്ളമെടുത്ത് രമേഷിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു. എന്നിട്ട് കുറച്ച് ഫോട്ടോസ് തൻ്റെ ഫോണിലെടുത്തു. ഈ ഫോട്ടോസ് പഴയ ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുക്കാമെന്നായി അയാൾ. ഇതെല്ലാം കാണുന്നുണ്ടായിരുന്ന രേവതി നേരത്തെ തന്നെ അതൊക്കെ ഫോണിൽ വീഡിയോ പകർത്തിയിരുന്നു. പിറ്റേ ദിവസം മാനേജർ വന്ന് രമേഷിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി അറിയിച്ചു. ഇന്നലെ വന്നൊരു കസ്റ്റമർ തനിക്കെതിരെ പരാതി നൽകിയെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ രമേഷിന് ആകെയുണ്ടായിരുന്ന ജോലിയും നഷ്ടപ്പെട്ടു. അന്ന് രാത്രി രേവതി താനെടുത്ത വീഡിയോ ഉപയോഗിച്ച് ഉണ്ടായ സംഭവങ്ങൾ ടിക്ടോക്കിൽ പ്രചരിപ്പിച്ചു. തൻ്റെ ഭാര്യയുടെ അവസാന നാളിൽ അവളോടൊപ്പം കഴിയാൻ വേണ്ടി രമേഷ് തൻ്റെ നല്ലൊരു ജോലി രാജിവെക്കുകയും അതുകൊണ്ടാണ് അദ്ദേഹം ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്നും അവൾ വ്യക്തമാക്കി. വീടിൻ്റെ വാടകയും മറ്റു ചെലവുകൾ കൊണ്ടും രമേഷ് വഴിമുട്ടി നിൽക്കുകയായിരുന്നു. തനിക്കു വേണ്ടി എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കാൻ അയാൾ മരിച്ചുപോയ തൻ്റെ ഭാര്യയോട് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും രേവതി അവിടേക്ക് വന്നു. അവൾ ഉണ്ടാക്കിയ വീഡിയോ കണ്ട് നിരവധി ആളുകളാണ് രമേഷിനെ സഹായിക്കാൻ വലിയൊരു തുക ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കേട്ട് അയാൾക്ക് സന്തോഷം തോന്നി. എങ്കിലും അതിൽ നിന്ന് നിശ്ചിത തുക രേവതിയുടെ പഠന ചെലവിലേക്കായി മാറ്റിവെക്കണമെന്ന് അയാൾ വാശി പിടിച്ചു. അയാളുടെ നിർബന്ധത്തിൽ അവൾ അത് സമ്മതിച്ചു. വീഡിയോ വൈറലായതോടുകൂടി സുമേഷിൻ്റെ ജോലിയും പോയി. അയാൾ വഴിയാധാരമാവുകയും ചെയ്തു. അസൂയയ്ക്കും അഹങ്കാരത്തിനും നല്ല ശിക്ഷ ലഭിക്കുകയും ചെയ്തു.